ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് നമ്പേഴ്സിനെ കുറിച്ചാണ്. എന്താണ് കമ്പാരിസൺ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ട് നമ്പേഴ്സ് തന്നു കഴിയുമ്പോൾ അതിലേത് ചെറുത് ഏത് വലുത് അല്ലെങ്കിൽ രണ്ടും തുല്യമായതാണോ എന്ന് പഠിക്കുന്നതിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് എന്തെന്ന് പറയുക, കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ് എന്ന് പറയാം അല്ലേ. അപ്പം നമുക്കതെന്താണെന്നൊന്ന് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ നമ്പേഴ്സിനെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 3 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അത് ഏതൊക്കെയാണ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ആൻഡ് ഈക്വൽ ടു. ഏതൊക്കെ സിമ്പിൾസ് ആണ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ആൻഡ് ഈക്വൽ ടു. അപ്പോൾ നമ്മളിനി ഓരോന്ന് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ദി ഈക്വൽ ടു സിമ്പിൾ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് 2 ഈക്വൽ നമ്പേഴ്സ് ഓർ ക്വാണ്ടിറ്റീസ് അല്ലേ. ഈക്വൽ ടു സിമ്പിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? 2 തുല്യ നമ്പറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, 3 ഈക്വൽ ടു 3 ഇല്ലേ. അപ്പോൾ ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? 3 എന്ന് പറയുന്ന നമ്പർ മറ്റൊരു 3 എന്ന് പറയുന്ന നമ്പരുമായിട്ട് തുല്യമാണ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നോക്കിയേ, അപ്പോൾ ഈക്വൽ ടു സിമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ 10 ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എന്താ? 2 നമ്പരും തുല്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വലുത് എന്നാണ് അർത്ഥം അല്ലേ. നോക്കിയേ, ദ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഷോ ഇഫ് എ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ദ അതർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പർ മറ്റൊരു നമ്പറിൽ നിന്നും വലുതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു നമ്പർ മറ്റൊരു നമ്പറിൽ നിന്നും വലുതാണ് എന്ന് കാണിക്കാൻ. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കിയേ, 10ഉം 3യുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ഏതാണ് വലുത്? 3 ആണോ വലുത്? 10 ആണോ വലുത്? 10 ആണ് വലുത് ഇല്ലേ. അപ്പം നമ്മൾ ആ ഗ്രേറ്റർ ദാൻ സിമ്പിൾ 10ൻ്റെ നേർക്ക് കൊടുത്തു. അതായത് നമ്മൾ എപ്പോഴും ഈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് നമ്പറാണോ വലുത് അതിൻ്റെ നേരെ അതിൻ്റെ മൗത്ത് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പോൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? 2 നമ്പർ തന്നു കഴിഞ്ഞാൽ വലിയ നമ്പറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ലെസ് ദാൻ സിമ്പിൾ. ലെസ് ദാൻ സിമ്പിൾ അപ്പോൾ എന്തിനായിരിക്കും സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത്? 2 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെറുതേത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് സിമ്പിൾ യൂസ് ചെയ്യുന്നത്? ലെസ് ദാൻ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 3 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ആൻഡ് ഈക്വൽ ടു. ഓക്കെ, ഇനി നമുക്കിവിടെ ഇതിൻ്റെ കുറച്ച് പോയിന്റ് നോക്കാം. കണ്ടോ, ഇവിടെ നമ്മൾ സ്മാളർ നമ്പറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്മാളർ നമ്പർ ലെസ് ദാൻ എ ഗ്രേറ്റർ നമ്പർ ഈസ് റെപ്രസെൻറ്റഡ്. കണ്ടോ, സ്മാളർ നമ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, സ്മാളർ നമ്പർ ഗ്രേറ്റർ നമ്പറിനെക്കാട്ടിലും എന്താ അർത്ഥം? ചെറുതാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ സിമ്പിൾ നമ്മൾ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കും. നമ്മളിനി 2 നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. എങ്ങനെയാണ് 2 നമ്പേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ് അല്ലേ. നോക്കിയാൽ റൂൾസ് ടു കമ്പയർ നമ്പേഴ്സ്. നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. There are certain rules based on which it becomes easier to compare numbers. നമുക്ക് നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള ഗുണം? നമുക്ക് വേഗത്തിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഈ റൂൾസ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് കൊടുത്തിരിക്കുന്നുണ്ടോ? നമ്പേഴ്സ് വിത്ത് മോർ ഡിജിറ്റ്സ്. നമ്പേഴ്സ് വിത്ത് മോർ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 2 നമ്പർ തന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കുക. 2 നമ്പർ തന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 എന്ന് പറയുന്ന ഒരു നമ്പർ, 10 എന്ന് പറയുന്ന ഒരു നമ്പർ. കണ്ടോ, ഈ നമ്പറിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കിയേ. ഇവിടെ 2 എന്ന് പറയുന്ന നമ്പറിന് എന്താ പ്രത്യേകത? ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. അതേസമയം 10 എന്ന് പറയുന്ന നമ്പറിനോ 2 ഡിജിറ്റ് ഉണ്ട്. 1, 2, അതായത് 1's പ്ലേസ് 10's പ്ലേസ്, അങ്ങനെ 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കേ, നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും 1 ഡിജിറ്റുള്ള നമ്പറാണോ വലുത് അതോ 2 ഡിജിറ്റുള്ള നമ്പർ ആയിരിക്കുമോ വലുത്? തീർച്ചയായിട്ടും 2 ഡിജിറ്റ് വരുന്ന നമ്പർ തന്നെയായിരിക്കും വലുത്. അപ്പോൾ ഇവിടെ 10 എന്ന് പറയുന്ന നമ്പറാണ് വലുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈൻ എങ്ങനെ കൊടുക്കാം? ദേ ഇങ്ങനെ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? 10 എന്ന് പറയുന്ന നമ്പർ
2 എന്ന് പറയുന്ന നമ്പറിനേക്കാളും വലുതാണ്. അപ്പോൾ ആദ്യത്തെ റൂൾ ഇതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്പർ വിത്ത് മോർ ഡിജിറ്റ്സ്, കൂടുതൽ ഡിജിറ്റ്സ് വരുന്ന നമ്പറായിരിക്കും എപ്പോഴും വലിയ നമ്പറായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ, നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് എ ലാർജർ ഡിജിറ്റ്. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇപ്പം ഞാൻ 21 എന്നും കൊടുത്തു, 31 എന്നും കൊടുത്തു. കണ്ട, 21, 31. അപ്പം നമ്മളോട് രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്താ? നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് എ ലാർജ് ഡിജിറ്റ്. ഇപ്പം ഇവിടെ ഇത് രണ്ടും 2 ഡിജിറ്റ് വരുന്ന, ഇവിടെ 1, 2 അല്ല, അല്ലെങ്കിൽ 1's place 10's place, ഇവിടെ 2 ഡിജിറ്റ് വരുന്നുണ്ട്. ഇവിടെ 31ൻ്റെ കേസിൽ നോക്കിയാൽ ഇവിടെ എന്ത് വരുന്നുണ്ട്? 2 ഡിജിറ്റ് വരുന്നില്ലേ? 1's 10's. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ടിടത്തും 2 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് നമ്പറാണ് വലുതെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് എ ലാർജർ ഡിജിറ്റ്. അല്ലെങ്കിൽ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഇവിടെ 2 ആണ് വലുത്, 2 ആണ്, ഇവിടെ 3 ആണ്. ഈ 2 ആണോ 3 ആണോ വലുത്? നമുക്ക് എളുപ്പം തന്നെ പറയാൻ പറ്റും, 3 എന്ന് പറയുന്ന നമ്പറാണ് വലുത്. ദാറ്റ് മീൻസ് ഇവിടെ 31 ആണ് 21നേക്കാളും വലുത്. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇത് ഇങ്ങനെ കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ നമുക്ക് പറയാം 31 21നേക്കാട്ടിൽ വലുതാണ്, അല്ലെങ്കിൽ 21 31നേക്കാളിൽ ചെറുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനിയും അടുത്ത റൂള്, പ്രധാനപ്പെട്ട ഒരു റൂൾ നോക്കാം. നമ്പർ വിത്ത് മോർ ഡിജിറ്റ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് 1 ഡിജിറ്റ് ഉണ്ട്, 2 ഡിജിറ്റ് ഉണ്ട്. കണ്ടോ, ഇപ്പം അല്ലെങ്കിൽ 1's place 10's place വരുന്ന നമ്പേഴ്സാണ് നമ്മളിവിടെ പഠിച്ചത് അല്ലേ. ഇനി ഇത് കൂടുതൽ വരുവാണെങ്കിൽ, ഇപ്പോൾ 100ൻ്റെ പ്ലേസ് വരുന്ന നമ്പറുണ്ട്, 1000ൻ്റെ പ്ലേസ് വരുന്ന നമ്പറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളത് എങ്ങനെ കമ്പാരിസൺ ചെയ്യും എന്നുള്ളത് നോക്കാം. ഓക്കെ, വെൻ വി കമ്പയർ നമ്പേഴ്സ് then check if both the numbers having the same number of digits or not. അതായത് നമ്മൾ നമ്പർ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? തന്നിരിക്കുന്ന 2 നമ്പറിനും ഒരേ ഡിജിറ്റ് വരുന്നതാണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ നോക്കിക്കേ, ഇവിടെ നമ്മൾ 2ഉം 10ഉം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇല്ലേ. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ 1 ഡിജിറ്റേ ഉള്ളൂ, ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാക്കാം 2 ചെറുതും 10 വലുതുമാണ്. ഇവിടെ നമ്മൾ നോക്കിയേ, രണ്ടിടത്തും 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റിൽ ഏതാണോ വലുത് അതിനെ വലുതായിട്ട് കണക്കാക്കും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ വി കമ്പയർ നമ്പേഴ്സ്, നമ്മൾ നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെക്ക് ഇഫ് ബോത്ത് ദ നമ്പേഴ്സ് ആർ ഹാവിങ് ദ സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഓർ നോട്ട്. 2 നമ്പേഴ്സിനും ഒരേ ഡിജിറ്റ്സ് ആണോ, അല്ലെങ്കിൽ 2 ഡിജിറ്റ് ആണെങ്കിൽ 2 നമ്പേഴ്സും 2 ഡിജിറ്റ് ആണോ, അല്ലെങ്കിൽ 1 ഡിജിറ്റ് ആണെങ്കിൽ 2 നമ്പേഴ്സും 1 ഡിജിറ്റ് ആണോ, 3 ഡിജിറ്റ് ആണെങ്കിലോ 2 നമ്പേഴ്സും 3 ഡിജിറ്റ് വെച്ചാണോ എന്ന് നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യണം. ഇഫ് എ നമ്പർ ഹാസ് മോർ ഡിജിറ്റ്സ് then it is greater than the other number. അതായത് നമ്മൾ ഈ പറഞ്ഞ ആദ്യം കാണിച്ച എക്സാമ്പിളിൽ തന്നെ ഇപ്പം ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 1 ഡിജിറ്റേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2 ഡിജിറ്റ് ഉള്ള 10 എന്ന് പറയുന്ന നമ്പറാണ് 2 എന്ന് പറയുന്ന നമ്പറിനേക്കാളും വലുത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ. ഇപ്പം ഇവിടെ നമ്മൾ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, 33 ഗ്രേറ്റർ ദാൻ 3. കണ്ടോ, ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ ഒരു 2 ഡിജിറ്റ് നമ്പർ ആയിരുന്നു 33. 2 ഡിജിറ്റ് നമ്പർ അല്ലേ. 3 എന്ന് പറയുന്നതോ ഒരു 1 ഡിജിറ്റ് നമ്പരാ. അപ്പം നമുക്ക് വേഗം മനസ്സിലാക്കാമല്ലോ ഏതായിരിക്കും വലുത്? 33 ആണ് 3യേക്കാളും വലുത്, അല്ലെങ്കിൽ 3 എന്ന നമ്പർ 33യേക്കാളും ചെറുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമ്പർ നോക്കിയേ, 400 ഗ്രേറ്റർ ദാൻ 39. കണ്ടോ, ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഡിജിറ്റ്സ് നോക്കിയേ 400 എന്ന് പറയുമ്പോൾ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 3 ഡിജിറ്റ് നമ്പറാണ് അല്ലേ. 39 എന്ന് പറയുമ്പോഴോ 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പം ഒരു 2 ഡിജിറ്റ് നമ്പർ, അല്ലെങ്കിൽ ഇവിടെ 3 ഡിജിറ്റ് നമ്പരും 2 ഡിജിറ്റ് നമ്പരുമാണ്. 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും 2 ഡിജിറ്റ് നമ്പറിനേക്കാളും വലുത്. കണ്ടോ, അപ്പോൾ ഇവിടെ 400 39നേക്കാളും എന്താണ്? വലുതാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇവിടെ നോക്കിയേ, അടുത്ത നമ്പർ നോക്കിയേ, ഇവിടെ 1's 10's 100's 1000's 4 ഡിജിറ്റ് വരുന്ന ഒരു നമ്പറാണ്. ഇവിടെയോ 1's 10's 100 3 ഡിജിറ്റ്, ഇവിടെ 3 ഡിജിറ്റും ഇവിടെ 4 ഡിജിറ്റുമാണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വലുത്? തീർച്ചയായിട്ടും 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കും 3 ഡിജിറ്റ് നമ്പറിനേക്കാളും വലുത്. ഇവിടെ താഴെ നോക്കിയേ, ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 1's 10's 100's 1000
10,000. ഇവിടെ നോക്കിയേ 5 ഡിജിറ്റ് നമ്പരും ഇവിടെ 4 ഡിജിറ്റ് നമ്പരുമാണ് ഇല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും 5 ഡിജിറ്റ് നമ്പർ ആണോ വലുത്, 4 ഡിജിറ്റ് നമ്പർ ആണോ വലുത്? 5 ഡിജിറ്റ് അല്ലേ? അതാണ് 10,000 ഗ്രേറ്റർ ദാൻ 9,999. മനസ്സിലായോ? അപ്പം നമ്മൾ എപ്പോഴും കമ്പാരിസൺ തരുമ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. തന്നിരിക്കുന്ന നമ്പേഴ്സ് രണ്ടിലും നമ്പർ ഓഫ് ഡിജിറ്റ് കൂടുതലാണോ കുറവാണോ എന്ന് നോക്കണം. അപ്പോൾ നമ്പർ ഓഫ് ഡിജിറ്റ് ഒരു നമ്പർ ചെറുതും അടുത്തത് ഒരു 3 ഡിജിറ്റ് നമ്പരും ആണെങ്കിൽ, ഒന്ന് 1 ഡിജിറ്റ് നമ്പരും ഒന്ന് 3 ഡിജിറ്റ് നമ്പരും ആണെങ്കിൽ ഏതായിരിക്കും വലുത്? ആ 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും ഇല്ലേ? അല്ലെങ്കിൽ 1 ഡിജിറ്റ് നമ്പർ ചെറുതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ പഠിച്ചാലും നമുക്കൊരു കൺക്ലൂഷനിൽ പോകാൻ നോക്കിയേ. 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ സിംഗിൾ ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും സിംഗിൾ ഡിജിറ്റ് നമ്പറിനേക്കാളും വലുത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ. അതേപോലെ തന്നെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 2 ഡിജിറ്റ് നമ്പേഴ്സ്. അങ്ങനെയല്ലേ? 3 ഡിജിറ്റ് നമ്പേഴ്സ് എപ്പോഴും 2 ഡിജിറ്റ് നമ്പേഴ്സിനേക്കാളും വലുതായിരിക്കും. അടുത്ത പോയിന്റ് നോക്കിയേ. 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 3 ഡിജിറ്റ് നമ്പേഴ്സ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? 4 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് 3 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സിനേക്കാളും, അല്ലെങ്കിൽ നാലക്ക സംഖ്യ 3 അക്ക സംഖ്യയെക്കാളും വലുതായിരിക്കും. അതേപോലെ തന്നെ 5 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 4 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, സോറി. ഇനി നമുക്ക് മറ്റൊരു റൂൾ നോക്കാം. നോക്കിയേ, നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് ഗ്രേറ്റർ ഡിജിറ്റ്. അതെന്താണെന്ന് നോക്കിയേ. ദിസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ വെൻ 2 നമ്പേഴ്സ് ആർ ഹാവിങ് ദ സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ്. നോക്കിയേ, ഇൻ സച്ച് കേസസ് വി നീഡ് ടു ചെക്ക് ദ ഡിജിറ്റ് അറ്റ് ദ ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസ് whichever is greater. Therefore, the number with a greater digit at the leftmost place of the number is greater than the other number. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായ നിങ്ങൾക്ക്? നോക്കിയേ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ ആദ്യത്തെ നമ്പർ നോക്കിയേ 323. അടുത്ത നോക്കിയേ 232. രണ്ടും 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അല്ലേ? 323 എന്ന് പറയുമ്പോൾ എത്ര ഡിജിറ്റ് വരുന്നുണ്ട്? 3 ഡിജിറ്റ് വരുന്നുണ്ട് അല്ലേ? 1s, 10s, 100s. അതൊരു 3 ഡിജിറ്റ് നമ്പറാണ്. അടുത്തതോ 232. അവിടെ എന്ത് തന്നെയാണ്? ഒരു 3 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? അപ്പോൾ രണ്ടും 3 ഡിജിറ്റ് നമ്പറാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് നമ്പറാണ് വലുത് എന്ന് കണ്ടുപിടിക്കും. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താ? ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസിലെ നമ്പർ നോക്കണം. ആദ്യത്തെ നമ്പറിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസിലെ നമ്പർ എത്ര? 3 ആണല്ലോ. രണ്ടാമത്തെ നമ്പറിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസിലെ നമ്പർ എത്ര? 2. അപ്പോൾ 3 ആണോ വലുത് 2 ആണോ വലുത്? നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഏതാ വലുത്? 3 അല്ലേ വലുത്. അപ്പോൾ നമുക്ക് പറയാം 323 ഗ്രേറ്റർ ദാൻ 232. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. 343 ആൻഡ് 434. ഇത് രണ്ടും എന്താണ്? 3 അക്ക സംഖ്യയാണ്. ഇതും 3 അക്ക സംഖ്യ, ഇതും 3 അക്ക സംഖ്യയാണ്. അപ്പം നമ്മൾ നോക്കിയേ, ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ നോക്കണം. വേറെ ഒരു നമ്പർ നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ, ആദ്യത്തെ നമ്പറിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ 3 ആണല്ലോ. രണ്ടാമത്തെ നമ്പറിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ എത്രയാണ്? 4. അപ്പം 3 ആണോ വലുത് 4 ആണോ വലുത്? 4 അല്ലേ വലുത്. അപ്പോൾ ഈ നമ്പറിലെ 434 എന്ന് പറയുന്ന നമ്പറാണ് വലുത്. കണ്ടോ? ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ? അപ്പം നമ്മൾ ഒരേ ഡിജിറ്റ് വരുന്ന 2 നമ്പേഴ്സിനെ കമ്പാരിസൺ ചെയ്യാൻ തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓരോ നമ്പറിൻ്റെയും ലെഫ്റ്റ് മോസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ആദ്യത്തെ നമ്പർ നമ്മൾ നോക്കണം. അതിനാണ് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റിലുള്ള ആദ്യത്തെ നമ്പർ നോക്കണം 2 ഡിജിറ്റിൻ്റെയും കേട്ടോ. അപ്പം നോക്കുമ്പോൾ ഏതാണോ വലുത് ആ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ആ അക്കമായിരിക്കും വലുത് എന്ന് പറയുന്ന. സോറി, കണ്ടോ? അപ്പോൾ നോക്കിയേ, thus in the above example we can see that when we compare the 2 numbers, കണ്ടോ, though the number of digit is the same. ഇവിടെ നോക്കിയേ, എന്താ പറഞ്ഞത് ഞാൻ? ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം എന്താ അല്ലേ? നമ്പർ ഓഫ് ഡിജിറ്റ് സെയിം ആ. ഇവിടെ 3 ഡിജിറ്റ്, ഇവിടെ 3 ഡിജിറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസിലെ നമ്പർ നമ്മൾ നോക്കി ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് തന്നെയാണ് വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. As we have discussed, if the leftmost digit is greater, then the number is the greater one. leftmost ഡിജിറ്റിലെ നമ്പർ ഏതിൻ്റെയാണോ വലുത് ആ നമ്പർ ആയിരിക്കും നമ്മൾ വലിയ നമ്പറായിട്ട് പരിഗണിക്കുക അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്കിനി ഒരു ചോദ്യം വരാം.
if the leftmost digit of both the numbers is the same, then we need to check with the second most digit. ഇപ്പം നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിലെ നമ്പേഴ്സ് സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി കാണിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി കാണിക്കുവാണെങ്കിൽ ഇപ്പം 213, പിന്നെ അടുത്തത് 264 നോക്കിയേ. അപ്പം നമ്മൾ ആദ്യത്തെ കണ്ടീഷനിൽ എന്താ പഠിച്ചേ? നമ്മൾ രണ്ട് നമ്പറിനെ കമ്പാരിസൺ ചെയ്യാൻ തരുമ്പോൾ നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റ് സെയിം ആണോ നോക്കണം, നമ്പർ ഓഫ് ഡിജിറ്റ് സെയിം ആണോ നോക്കണം അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഡിജിറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേ? ദേ ഈ ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ നമ്മൾ നോക്കിയിട്ട് ഏതാണോ വലുത് അതിനെ നമ്മൾ വലിയ നമ്പറായിട്ട് പരിഗണിക്കും, അങ്ങനെയല്ലേ പറഞ്ഞേ? പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടുത്തെ രണ്ട് നമ്പറിൻ്റെ രണ്ടും 3 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? ഇവിടെ പക്ഷെ നോക്കിയേ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഇവിടെയും 2 ആണ്. ദേ അടുത്ത നമ്പറിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്താണ്? 2 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ നമ്പറിനെ എങ്ങനെ കമ്പാരിസൺ ചെയ്യും എന്നുള്ളത് നോക്കണം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏത് നമ്പറിനെ എടുക്കണം? ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിൻ്റെ നമ്പറിനെ അങ്ങോട്ട് മാറ്റി വെക്കണം. എന്താ? രണ്ട് നമ്പർ സെയിം ആണ്, അപ്പം നമുക്ക് കമ്പാരിസൺ ചെയ്യണ്ടേ? അപ്പം നമ്മൾ എന്ത് നോക്കണം? അടുത്ത നമ്പർ നോക്കണം. ഇവിടെ നോക്കിയേ, അടുത്ത നമ്പർ 1, ഇവിടെ അടുത്ത നമ്പർ എത്ര? 6. അപ്പം ഈ 1 ആണോ വലുത് അല്ലെങ്കിൽ 6 ആണോ വലുത് എന്ന് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പം നമ്മൾ നോക്കിയേ, 1 എന്ന് പറയുന്ന നമ്പറാണോ വലുത്, 6 എന്ന് പറയുന്ന നമ്പറാണോ വലുത്? 6 അല്ലേ വലുത്. അപ്പം നമ്മൾ ഏത് നമ്പർ നമുക്ക് വലുതായിട്ട് എഴുതാം? ഏത് നമ്പറാണ് ഇവിടെ വലുത്? 213 ആണോ അതോ 264 ആണോ? 264 ആണ് വലുത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ. അപ്പം അതാണ് നമ്മൾ ആ പറഞ്ഞ കണ്ടീഷൻ. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പേഴ്സിനെ തരുമ്പോഴേ നമ്മളതിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് നമ്മൾ നോക്കുക. ഒന്ന് ചിലപ്പോൾ ഒരിടത്ത് 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും, അല്ലെ 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അതർ സൈഡിൽ 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും വലുത്. ഇനിയും തന്നിരിക്കുന്ന നമ്പേഴ്സ് രണ്ടും ഒരു 3 ഡിജിറ്റോ അല്ലെങ്കിൽ രണ്ടും 4 ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്താ കണ്ടീഷൻ പറഞ്ഞേ? ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിലെ നമ്പർ നോക്കിയിട്ട് ഏതാണോ വലുത് ആ നമ്പർ നമുക്ക് വലുതായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ എങ്ങനെ കമ്പാരിസൺ ചെയ്യുന്നുള്ളത്? അപ്പോൾ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ഡിജിറ്റിനെ നമ്മൾ നോക്കണം, അതിലേത് വലുത് നോക്കിയിട്ട് നമ്മൾ അതിനെ വലുതായിട്ട് കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ 213 ഉണ്ടോ? 213ഉം 264 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിനെയല്ലേ നമ്മളിവിടെ എടുത്തേ. ഇവിടെ നോക്കി രണ്ടും എന്താണ്? 3 ഡിജിറ്റ് നമ്പറാണ്. 1s 10s 100s. ഇവിടെയോ 1s 10s 100s. രണ്ടും 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസ് നോക്കിയേ, ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ വെച്ചിട്ട് എങ്ങനെ ആ നമ്പറിനെ കമ്പാരിസൺ ചെയ്യണം? അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പ്ലേസിലേക്ക് പോകണം. അടുത്ത പ്ലേസിലേക്ക് പോയപ്പോഴേ ഇവിടെ 1ഉം ഇവിടെ 6ഉം ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് വലുത് നോക്കണം. അപ്പോൾ 1 ആണോ വലുത്, 6 ആണോ വലുത്? 6 അല്ലേ വലുത്. അപ്പോൾ നമ്മൾ ഏത് നമ്പറിനെ വലിയ നമ്പറായിട്ട് കൺസിഡർ ചെയ്യും? 264 എന്ന് പറയുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? വലിയ നമ്പറായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഒന്ന് എഴുതി നോക്കിയാലോ. അപ്പം നമ്മൾ ഏത് നമ്പരൊക്കെയാണ് വലുത് ചെറുതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം ആദ്യം ഞാൻ എഴുതാൻ പോകുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 9 എന്ന് പറയുന്നൊരു നമ്പർ. ഓക്കെ, 9ഉം ഒരു 15 എന്ന് പറയുന്ന രണ്ട് നമ്പറിനെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, നമ്മളിവിടെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? നമ്പർ ഓഫ് ഡിജിറ്റ്സ് നോക്കണം. ഒരിടത്ത് 9 എന്ന് പറയുമ്പോൾ അവിടെ 1 ഡിജിറ്റ് നമ്പറാണ്, 15 എന്ന് പറയുന്നത് എന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഏത് നമ്പറായിരിക്കും വലുത്? 15 എന്ന് പറയുന്ന നമ്പറായിരിക്കും വലുത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. നമുക്ക് രണ്ടും ഒരു 3 ഡിജിറ്റ് നമ്പറോ 2 ഡിജിറ്റ് നമ്പർ എഴുതി നോക്കാം. ഇപ്പോൾ എഴുതുവാണെങ്കിൽ ഒരു 273, അതേപോലെ തന്നെ 369 കേട്ടോ. ഈ രണ്ട് നമ്പർ നമ്മൾ നോക്കിയേ, 273ഉം 369 നമ്മൾ നോക്കാം. അപ്പോൾ ഈ രണ്ടും നമ്പർ ഓഫ് ഡിജിറ്റ്സ് സെയിം ആണെന്ന് നോക്കിയേ. ഇവിടെയും 3 ഡിജിറ്റ് ആണ്, ഇവിടെയും 3 ഡിജിറ്റ് ആണ്. 273 എന്ന് പറയുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പർ അല്ലേ?
369 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മുടെ റൂൾസ് അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് നോക്കണം? ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ നോക്കണം. ഇവിടുത്തെ ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ എത്രയാണ്? 2. ഇവിടെ വന്നേ, ഇവിടുത്തെ ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ എത്രയാണ്? 3. അപ്പം ഈ രണ്ട് നമ്പറിലെ ഏതാണ് വലുത്? 2 ആണോ വലുത്? 3 ആണോ വലുത്? ഏതാ വലുത്? 3 അല്ലേ വലുത്. അപ്പം നമുക്ക് എന്ത് പറയാം? ഏതാ വലുത്? ദേ കണ്ടോ. അപ്പം നമുക്ക് എന്ത് പറയാം? 273 ഈസ് ലെസ് ദാൻ 369 എന്ന് വെച്ചാൽ എന്താ? 273 എന്ന് പറയുന്ന നമ്പർ 369 എന്ന് പറയുന്ന നമ്പറിനേക്കാളും ചെറുതാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം എന്താ? 369 ഗ്രേറ്റർ ദാൻ 273 എന്ന് പറഞ്ഞാൽ എന്താ? 369 എന്ന് പറയുന്ന നമ്പർ 273 എന്ന് പറയുന്ന നമ്പറേക്കാളും വലുതാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിളോടെ നോക്കാം. ഇപ്പോൾ ഞാനൊരു 3 ഡിജിറ്റ് നമ്പർ തന്നെ എഴുതാം. 649. അടുത്തത് ഞാൻ എഴുതി 672. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ എന്താ ഒരു പ്രത്യേകത? രണ്ടും 3 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? 1s പ്ലേസ്, 10s പ്ലേസ്, 100 പ്ലേസ്. ഇവിടെയോ 1s പ്ലേസ്, 10s പ്ലേസ്, 100 പ്ലേസ്. ഓക്കെ, ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ നമ്പർ ഓഫ് ഡിജിറ്റ് നോക്കിയപ്പോൾ എന്താ കണ്ടേ? നമ്പർ ഓഫ് ഡിജിറ്റ് സെയിം അല്ലേ? പിന്നെ നമ്മുടെ അടുത്ത റൂൾ എന്താ? ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസിലേക്ക് പോവാം. ദേ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ എത്ര? 6 അല്ലേ? ദേ ഇവിടെ വന്നപ്പോൾ ഇവിടെ എന്താ? ഇവിടെയും 6 അല്ലേ? അപ്പം ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ രണ്ടും സെയിം ആണ് അല്ലേ? അപ്പം നമ്മൾ അടുത്ത എന്ത് റൂളാണ് നോക്കേണ്ടത്? അതിൻ്റെ നെക്സ്റ്റ് നമ്പറിനെ നോക്കണം. ഇവിടെ നോക്കിയേ 4 ആണ്, ഇവിടെ നോക്കിയേ 6 ആണ്. ഇവിടെ 6ഉം ഇവിടെ 4ഉം ആണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് നമ്പറിലെ ഏതാണ് വലുത്? 4 ആണോ വലുത്? 6 ആണോ വലുത്? 6 അല്ലേ വലുത്. അപ്പം നമുക്ക് എന്ത് സിമ്പിൾ കൊടുക്കുക? ഏതാണ് വലിയ നമ്പർ? ദേ 672 എന്ന് പറയുന്ന നമ്പറാണ് 649 എന്ന് പറയുന്ന നമ്പറിനേക്കാളും വലുത്. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ എന്താ നമ്മളിപ്പോൾ പഠിച്ചത്? രണ്ട് നമ്പേഴ്സിനെ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ അത് 3 ഡിജിറ്റ് ആയിക്കോട്ടെ 4 ഡിജിറ്റ് ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ ഈ സെയിം റൂള് തന്നെ വെച്ചിട്ടാണ് കമ്പാരിസൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്പർ ഓഫ് ഡിജിറ്റ്സ് കൗണ്ട് ചെയ്ത് നോക്കണം അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ 1 ഡിജിറ്റ് നമ്പർ ആയിരുന്നു, ഇവിടെ 2 ഡിജിറ്റ് നമ്പർ. അപ്പം 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും 1 ഡിജിറ്റ് നമ്പറിനേക്കാളും വലുത് അല്ലേ? ഇനി ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? 273, 369. രണ്ടിടത്തും 3 ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസ് നോക്കിയിട്ട് ഏതാണോ വലുത് അതിനെ വലുതായിട്ട് കൺസിഡർ ചെയ്തു, അതിന് മുമ്പുള്ള നമ്പറിനെ ചെറുതായിട്ടും കൺസിഡർ ചെയ്തു. പിന്നെ നമ്മൾ നോക്കിയത് കണ്ടോ 649, 672 ഇല്ലേ? ഇവിടെ നമ്മൾ എന്താ കണ്ടത്? ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസ് രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത പ്ലേസിലുള്ള നമ്പറിനെയാണ് നമ്മൾ നോക്കിയത് അല്ലേ? ഇവിടെ നമ്മൾ കമ്പാരിസൺ ചെയ്തത് 6 വെച്ചിട്ടല്ല, 4ഉം 7ഉം വെച്ചിട്ടാണ് കേട്ടോ. കാരണം എന്താ? ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ രണ്ടും സെയിം ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് തൊട്ടടുത്ത നമ്പേഴ്സിനെ നോക്കുക. ഏതാണ്? 4ഉം 7ഉം തമ്മിലാണ് നോക്കിയത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, സോറി കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ 4 ആണോ വലുത് 7 ആണോ വലുത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ 7 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 672 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ വലിയ നമ്പറായിട്ട് കൺസിഡർ ചെയ്തു. അപ്പം ഇത്രയാണ്. ഇവിടെ നമ്മൾ കുറേ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ. ഇവിടെ നമ്മൾ എന്താ ഈ നമ്പേഴ്സിനെ എല്ലാം ഇവിടെ കമ്പാരിസൺ ചെയ്തേക്കുവാണ്. നോക്കിയേ, ഫസ്റ്റ് നമ്പർ എന്താ? നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കിയേ 397, 9937. ഇവിടെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് നോക്കിയേ, ഇവിടെ 3 ഡിജിറ്റേ ഉള്ളൂ, ഇത് 4 ഡിജിറ്റാണ്. അപ്പോൾ ഏത് നമ്പർ ആയിരിക്കും വലുത്? ഈ നമ്പർ ആയിരിക്കും വലുത് അല്ലേ? നിങ്ങൾ സ്വന്തമായിട്ട് അതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടത് മനസ്സിലാകും. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതായിരിക്കും വലുത്? ഈ നമ്പർ ആയിരിക്കും വലുത്. അടുത്ത നമ്പർ നോക്കിയേ, ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 5 ഡിജിറ്റ്, ഇവിടെയും 5 ഡിജിറ്റ് ആണ്. കണ്ടോ? ഇവിടെ നോക്കിയേ, ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസ് ഇവിടെയും 3 ഇവിടെയും 3 ആണ്. അപ്പോൾ നമ്മൾ ആ നമ്പറിനെ വെച്ച് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ നമ്മൾ അടുത്ത നമ്പറിന് നോക്കുക, 7 and 5. ഏത് നമ്പറാണ് വലുത്? 7 അല്ലേ വലുത്. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കും? ദേ ഇങ്ങനെ കൊടുക്കും. അടുത്ത നമ്പറിന് നമ്മൾ നോക്കിയേ, നമ്പർ ഓഫ് ഡിജിറ്റ്സ് നോക്കിയേ,
1 2 3 4 5. ഇവിടെ 5 ഡിജിറ്റ് നമ്പർ അല്ലേ? ഇവിടെ എന്താണ് 1 2 3 4 5. ഇവിടെയും 5 ഡിജിറ്റ് നമ്പറാണ്. ഇവിടെ നോക്കിയേ, ആദ്യത്തെ രണ്ട് പ്ലേസും സെയിം ആണ്. കണ്ടോ, ഇവിടെയും 42 എന്നാണ്, ഇവിടെയും 42 ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അടുത്ത നമ്പറിലോട്ട് നമ്മൾ പോകണം. ഇവിടെ 5, ഇവിടെ 8. അപ്പോൾ ഏത് നമ്പർ ആയിരിക്കും വലുത്? ഇതായിരിക്കും വലുത്. 5 അല്ലേ 8നേക്കാളും വലുത്. അങ്ങനെ നമ്മൾ എത്ര വലിയ നമ്പർ തന്നാലും നമുക്കങ്ങനെ കമ്പാരിസൺ ചെയ്യാം. ഓക്കെ, കണ്ടോ? അപ്പം ബാക്കി 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻ്റായിട്ട് ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണും വരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.